What is up, guys? You are already watching Cinema is Life, and today I'll be reviewing Thug Life. ഏത് പൊട്ടനാണ് ഈ മൂവിക്ക് പേരിട്ടത്? Thug Life. 2 വർഷം മുമ്പ് ഈ പടത്തിൻ്റെ ടൈറ്റിൽ റിവീൽ ആയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് ഒരു ഊളപ്പടമായി മാറുന്നു. പേര് കേട്ടപ്പം തന്നെ ഒരു ഊളത്തരമാണ്. Thug Life. എന്താണ് ഈ പേര് തന്നെ മോശം. പടം പിന്നെ അതിനെക്കാട്ടിലും അതൊക്കെ മേലെ എന്തു പൊട്ടപ്പടം, എന്ത് അപരാധ പടമാണ് ഞാനിത് കണ്ടത്. എന്തൊക്കെ വലിയ ലെജൻഡ് ആൾക്കാരാണ് ഈ പടത്തിൻ്റെ അകത്ത് വർക്ക് ചെയ്തിരിക്കുന്നത്. കമൽ ഹാസൻ, ഡയറക്റ്റഡ് ബൈ മണിരത്നം, മ്യൂസിക് ബൈ AR റഹ്മാൻ. എന്നിട്ട് ഇവരുണ്ടാക്കി വെച്ചേക്കുന്ന ഭൂലോക അപരാധം എന്ന് വെച്ചാൽ സ്റ്റാറിങ് കമൽ ഹാസൻ, സിലംബരസൻ TR, തൃഷ, പിന്നെ നമ്മുടെ മലയാളത്തിൻ്റെ അകത്തുനിന്ന് ജോജു ജോർജ് ഉണ്ട്, ബാബുരാജ് ഉണ്ട്. ഗൈസ്, ഞാൻ കണ്ടപ്പോൾ ഒന്ന് ഞെട്ടിപ്പോയി. ബാബുരാജ്, എത്ര നാളിൻ്റെ ശേഷം ബാബുരാജിനെ സ്ക്രീനിൽ കാണുന്നത്. ബാബുരാജ് ഉണ്ട്, ഐശ്വര്യലക്ഷ്മി ഉണ്ട്, പിന്നെ ഹിന്ദി സിനിമയിൽ നിന്ന് കുറേ ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ അലി ഫസൽ ഉണ്ട്, സാനിയ മൽഹോത്ര ഉണ്ട്, രോഹിത് സറഫ് ഉണ്ട്. ഇങ്ങനെ ഇന്ത്യയുടെ വലിയ ഇൻഡസ്ട്രികളിൽ നിന്ന് കുറേ പ്രോമിനൻറ്റ് ഫേസസിനെ ഈ മൂവിക്കകത്ത് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പീൽ കിട്ടാൻ വേണ്ടിയായിരിക്കും, റീച്ച് കിട്ടാൻ വേണ്ടിയായിരിക്കും. പക്ഷേ ഇതൊന്നും ഒരു കാര്യവുമില്ല. ഭൂലോക പൊട്ടപ്പടം എന്ന് വെച്ചാൽ ഭൂലോക പൊട്ടപ്പടം. പടത്തിൻ്റെ ജോണർ ഗാങ്സ്റ്റർ ഡ്രാമയാണ്, ഗാങ്സ്റ്റർ റിവെഞ്ച് ഡ്രാമയാണ്. പക്ഷേ പ്രശ്നമെന്ന് വെച്ചാൽ ഗൈസ്, നമ്മൾ കണ്ടിരിക്കുന്ന ഗാങ്സ്റ്റർ ഡ്രാമാസിൻ്റെ സെയിം സ്റ്റോറി ലൈനാണ് ഈ പടത്തിൻ്റെ അകത്ത്. ഒരു പുതുമയില്ല. ദർ ഇസ് നത്തിങ് ന്യൂ ടു ഓഫർ ഇൻ ദിസ് ലൈഫ്. മണിരത്നം ഹാസ് മെയ്ഡ് ലെജൻഡറി ഗാങ്സ്റ്റർ ഫിലിംസ്. പക്ഷേ പുള്ളി ഉണ്ടാക്കി 25-30 വർഷം മുമ്പേ ഉണ്ടാക്കിയ ഗാങ്സ്റ്റർ മൂവീസിൻ്റെ അകത്തുള്ള സെയിം സ്റ്റോറിയും സെയിം പാറ്റേണുമാണ് ഈ മൂവിക്കകത്തുള്ളത്. ദർ ഇസ് നത്തിങ് ന്യൂ ഇൻ ദിസ്. സി, അറ്റ് ദാറ്റ് ടൈം ദോസ് ഫിലിംസ് ബിക്കേം എ ഹിറ്റ് ബിക്കോസ് ദോസ് വാസ് സംതിങ് ന്യൂ. ആൾക്കാർ ഇതുവരെയും കാണാത്ത ഗ്രൗണ്ടഡ് ഗാങ്സ്റ്റർ ഡ്രാമ, റിയാലിറ്റി കാണിക്കുന്ന, ഇമോഷൻസ് കാണിക്കുന്ന, അവരുടെ റിലേഷൻഷിപ്സ് കാണിക്കുന്നത്. അപ്പോൾ ആ സമയം, ആ കാലഘട്ടത്തിന് വേണ്ടി ദോസ് ഫിലിംസ് വർ ലെജൻഡറി. ബട്ട് ഫോർ നൗ വി ഹവ് സീൻ ഹൺഡ്രഡ്സ് ആൻഡ് മില്യൺസ് ഓഫ് ഫിലിംസ് ലൈക്ക് ദിസ്. ദിസ് ഫിലിം വാസ് ജസ്റ്റ് സോ ബോറിങ്, സോ പ്രെഡിക്റ്റബിൾ. സെക്കൻഡ് ഹാഫ് ഒക്കെ ആകുമ്പോഴത്തേക്ക് വേറൊരു പൊട്ട ആംഗിളിലേക്കാണ് ഈ പടം പോകുന്നത്. ഇത് എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. ഞാനിപ്പം പറയാൻ പോകുന്നതിൻ്റെ അകത്ത് കുറച്ച് സ്പോയിലേഴ്സ് ഒക്കെ കാണും. പക്ഷേങ്കിൽ ഈവൻ ഇഫ് യു ഹിയർ ദി സ്പോയിലേഴ്സ്, ഇറ്റ്സ് നോട്ട് ഗോണ മേക്ക് എനി ഡിഫറൻസ് ഇൻ യുവർ മൂവി വാച്ചിങ് എക്സ്പീരിയൻസ്. യു ആർ സ്റ്റിൽ ഗോണ ഹാവ് എ വെരി ഷിറ്റി എക്സ്പീരിയൻസ്. ഏറ്റവും കൂടുതൽ ചിരി വരുന്നത് വെച്ചാൽ കമൽഹാസൻ്റെ ക്യാരക്ടർ കണ്ടാണ്. പുള്ളിയുടെ ക്യാരക്ടർ എഴുതിയ ആളിനെ സമ്മതിക്കണം. മണിരത്നം തന്നെ ആയിരിക്കും, സമ്മതിക്കണം സാർ. എന്ത് പൊട്ട ക്യാരക്ടറാണ് എഴുതി വെച്ചേക്കുന്നത്. ദിസ് ക്യാരക്ടർ ഈസ് എ മിക്സ് ഓഫ്, എന്താ പറയുക, കുങ്ഫു പാണ്ട, അർജുൻ റെഡ്ഡി. ഇതിൻ്റെ അകത്ത് പുള്ളിയെ മൂവിയുടെ ഇടയ്ക്ക് ഒരു സീനിൽ ആൾക്കാരൊക്കെ വന്ന് 2-3 വെടിയൊക്കെ വെച്ച് ഒരു മലയുടെ മേളിൽ, നേപ്പാൾ ഭയങ്കര സ്നോ ഒക്കെ നടക്കുന്ന ഒരു മലയുടെ മേളിൽ നിന്ന് താഴെ ഇടുക. പുള്ളി എത്ര ഫീറ്റുകളായിരിക്കും താഴെ വീഴുന്നത്. മരത്തേലും കല്ലേലും ഒക്കെ തട്ടി ഫൈനലി പുള്ളി താഴെ വീഴുന്നു വെച്ചാൽ ഇതൊക്കെയെന്ന് വെച്ചാൽ ഒരു മനുഷ്യന് അതിജീവിക്കാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ഇംപോസിബിൾ. പക്ഷേ എങ്ങനെയോ പുള്ളി എണ്ണീറ്റ് നടന്ന് മലയൊക്കെ കയറി, എന്നിട്ട് ഒരു ആവലാഞ്ചും കൂടെ വരുവാണ്. ആ ആവലാഞ്ചും കൂടെ പുള്ളി അങ്ങ് അതിൻ്റെ അകത്തു നിന്നും രക്ഷപ്പെട്ട് പുള്ളി എങ്ങനെയോ ഒരു ബുദ്ധിസ്റ്റ് മൊനാസ്ട്രി വന്ന് ചെല്ലിപ്പെടുന്നു. ആ ബുദ്ധിസ്റ്റ് മൊനാസ്ട്രിയിൽ വന്നിട്ട് അവിടുത്തെ ആൾക്കാർ പുള്ളിക്കാരനെ ഹീൽ ചെയ്യുന്നു. അവിടെ 2 വർഷം ജീവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചു. പിന്നെ പുള്ളി കുങ്ഫു പാൻഡായി മാറുന്നു. പിന്നെ പുള്ളി തിരിച്ചു വന്ന് മാർഷൽ ആർട്സ് ഫോമിലാണ് റിവെഞ്ച് എടുക്കുന്നത്. എന്ത് പൊട്ടത്തരമാണിത്. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ തന്നെ ചിരി വരുന്നില്ലേ? ഇതെന്താണ്? പുള്ളി സെക്കൻഡ് ഹാഫിൽ മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് പുള്ളി കുങ്ഫു പാൻഡാണ്. പുള്ളി കുങ്ഫു ഫൈറ്റിംഗ് ആണ് ചെയ്യുന്നത്. 2 വർഷം അവിടെ അവരുടെ കൂടെ നിന്നിട്ട് പുള്ളി മാർഷൽ ആർട്സ് എക്സ്പേർട്ടായി മാറി. എന്നിട്ട് പിന്നെ പുള്ളിയുടെ ക്യാരക്ടർ എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല, അർജുൻ റെഡ്ഡി ക്യാരക്ടറാണ് ഗൈസ്. പുള്ളിക്കാരന് ഒരു ഭാര്യയുണ്ട്, പക്ഷേ പുള്ളിക്കാരന് ഒരു മറ്റവളും കൂടെ ഉണ്ട്. പുള്ളി ജയിലിൽ പോകുന്നു. ജയിലിൽ നിന്ന് കഴിഞ്ഞ് പുള്ളി തിരിച്ചു വരുമ്പോഴത്തേക്ക് പുള്ളി എല്ലാവരോടും പറയാം, എൻ്റെ ഭാര്യയോട് പറയില്ല ഞാൻ തിരിച്ചു വന്നെന്ന്. പുള്ളി ജയിലിൽ നേരെ പോകുന്നത് പുള്ളിയുടെ മറ്റവളുടെ വീട്ടിലേക്കാണ്, തൃഷയുടെ വീട്ടിലേക്കാണ്. അവിടെ പോയ പിന്നെ ഡെങ്കോൾഫി, പാട്ട്, ഡാൻസ്. പിന്നെ അത് കഴിഞ്ഞ് പുള്ളിയുടെ ഭാര്യയുടെ വീട്ടിൽ തിരിച്ചു വരുന്നു 1 ആഴ്ച കഴിഞ്ഞ്. അപ്പം പിന്നെ പുള്ളിയുടെ ഭാര്യയ്ക്ക് എങ്ങനെയോ മനസ്സിലായി പുള്ളി മറ്റവളുടെ വീട്ടിൽ പോയിട്ടുണ്ടെന്ന്. ഭാര്യ ഭയങ്കര ദേഷ്യത്തിലാണ്. പക്ഷേ പുള്ളി എങ്ങനെയോ വന്ന് സ്വീറ്റ് ടോക്ക് ഒക്കെ ചെയ്ത് അപ്പം ഭാര്യ പുള്ളിയോട് ചോദിക്കുന്നത്, വൈ ആർ യു ലൈക്ക് ദിസ്? താങ്കൾ എങ്ങനെ, തനിക്കൊരു ഭാര്യ ഉണ്ട്, എന്നിട്ടും താൻ എന്തിനിത് ചെയ്യുന്നു? അപ്പം പുള്ളി ആ ഭാര്യയെ നോക്കി പറയുവാണ്, ഇതൊരു അസുഖമാണ്, ആൾക്കാർക്ക് വേറെ കുറേ അസുഖങ്ങളുണ്ട്, ഇതെൻ്റെ അസുഖമാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടും പുള്ളി ഇച്ചിരി സ്വീറ്റ് ടോക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ദ വൈഫ് ഈസ് ഓക്കെ വിത്ത് ഇറ്റ് മാൻ. ദേ ഫക്കിംഗ് കിസ്. അർജുൻ റെഡ്ഡി, കുങ്ഫു പാണ്ട, എന്തൊക്കെയാണ് പുള്ളിക്കാരൻ ഈ മൂവിക്കകത്ത്. സമുറായി, എന്തുവാണ്, ഈജിപ്ഷ്യൻ മമ്മിയൊക്കെ ഇടുന്ന ആ ടേപ്പ് പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടാണ് ഫൈറ്റൊക്കെ ചെയ്യുന്നത്. പൊട്ടത്തരെന്ന് വെച്ചാൽ ഭൂലോക പൊട്ടത്തരം ഗൈസ്. ദ ബെസ്റ്റ് പാർട്ട് ഈസ് ദാറ്റ് STR സിലംബരസൻ പ്ലേ ചെയ്തേക്കുന്ന റോൾ ആദ്യം ദുൽഖറിനായിരുന്നു ഓഫർ ചെയ്തത്. എന്തോ ഭാഗ്യത്തിന് ദുൽഖർ ഈ പടം ചെയ്തില്ല. ആൻഡ് ഐ ആം സോ താങ്ക്ഫുൾ ടു ഓൾ ദ ഗോഡ്സ്. ഗൈസ്, AR റഹ്മാൻ്റെ മ്യൂസിക് എന്ത് പൊട്ട മ്യൂസിക് എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് മാത്രം സെക്കൻഡ്സിനോ അല്ലെ 10 സെക്കൻഡ് 15 സെക്കൻഡിന് വേണ്ടി നല്ല മ്യൂസിക്കൊക്കെ വരും. അപ്പം നമ്മളിങ്ങനെ എക്സൈറ്റ് ഫൈൻഡ് നല്ല മ്യൂസിക് ഉണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ ഡിക്ചിക്ക് എന്ന് പറഞ്ഞാൽ ഊള മ്യൂസിക്, ഒരു എലിവേഷനും കൊടുക്കാത്ത, ഒരു എന്താ പറയുന്നത്, ഒരു ഇമ്പാക്റ്റും ക്രിയേറ്റ് ചെയ്യാത്ത ഭൂലോക പൊട്ട മ്യൂസിക് എന്ന് വെച്ചാൽ. ജനറലി തമിഴ് സിനിമയ്ക്കകത്തൊരു പാറ്റേൺ ഉണ്ട് ഗൈസ്.
വേറെ ഇൻഡസ്ട്രീസിൻ്റെ അകത്ത് നല്ലപോലെ പെർഫോം ചെയ്യുന്ന ആൾക്കാരെ ഇവർ കൊണ്ടുവന്നിട്ട് തമിഴ് ഫിലിമിൽ കൊണ്ടുവന്നിട്ട് അവർ പൊട്ടന്മാരാക്കി മാറ്റും. ഇതിൻ്റെ ഒരു പ്രൈം എക്സാമ്പിളാണ് നമ്മുടെ ജോജു ജോർജ്. പുള്ളി മലയാളത്തിൻ്റെ അകത്ത് 3-4-5 പടങ്ങളുടെ അകത്ത് നല്ല അടിപൊളി ഇൻറ്റൻസ് പെർഫോമൻസസ് കാണിച്ച് പുള്ളിക്ക് നല്ല ഫെയിം കിട്ടി. അപ്പം ഇനി തമിഴ് ഫിലിം മേക്കേഴ്സൊക്കെ ജോജുവിനെ തമിഴ് ഇൻഡസ്ട്രിയിലോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു ഭൂലോക പൊട്ടനാക്കി മാറ്റിയേക്കാണ് ഗൈസ്. അത് നിങ്ങൾ റെട്രോ കണ്ടാലും മനസ്സിലാവും. അതിൻ്റെ അകത്തൊരു പൊട്ട ക്യാരക്ടർ, ഇതിൻ്റെ അകത്തൊരു പൊട്ട ക്യാരക്ടർ. ഐ മീൻ ഹീ ഈസ് ഫേമസ് ഫോർ ഡൂയിങ് സർട്ടൻ തിങ്സ്, വെരി ഇൻറ്റൻസ് റോൾസ്, അണ്ടർസ്പോക്കൺ റോൾസ്, ഇമോഷൻസ് കൂടുതലായിട്ട് മെസ്സേജ് കൺവേ ചെയ്യുന്ന റോൾസ് ഇവിടെ കൊണ്ടുവന്നിട്ട് അതൊന്നും അല്ല പുള്ളിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, ഒരു പൊട്ടനാക്കി മാറ്റിയേക്കുവാണ്. സെയിം വിത്ത് അലി ഫസലിനെ ഇവർ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം പുള്ളിയുടെ ഇൻട്രോയിലൊക്കെ കാണിക്കുന്ന പുള്ളി നല്ല ഇൻറ്റൻസ് ആക്ടിങ്, നമ്മൾ മിർസാപൂറിലൊക്കെ കാണുന്ന ആ ഇൻറ്റൻസ് ആക്ടിങ് ആണ് കാണിക്കുന്നത്. പക്ഷേങ്കിൽ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് പുള്ളി ഭൂലോക പൊട്ട ക്യാരക്ടറായി അങ്ങ് മാറും. എന്തൊക്കെയാണ് ഗൈസ്. ഐ മീൻ ഐ ഡോണ്ട് നോ വൈ തമിഴ് ഫിലിം മേക്കേഴ്സ് ഡൂ ദിസ്. മേ ബി ഇറ്റ്സ് ടു സാറ്റിസ്ഫൈ ദെയർ ഓൺ ഈഗോ ദാറ്റ് നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ എത്ര വലിയ പുലിയാണെങ്കിലും നമ്മുടെ ഇൻഡസ്ട്രി വന്നു കഴിഞ്ഞ് നമ്മുടെ തലൈവർ അല്ലെങ്കിൽ നമ്മുടെ ഉല്ലനായകൻ്റെ മുമ്പിൽ നിങ്ങൾ പൊട്ടന്മാരാണെന്ന് പറഞ്ഞ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണോ? ബട്ട് ദിസ് ഇസ് എ പാറ്റേൺ വിച്ച് ഐ ഒബ്സർവ്ഡ് ഇൻ എ ലോട്ട് ഓഫ് ഫിലിംസ്. ഓ ഗോഡ്. പടത്തിൻ്റെ സ്റ്റോറി ഭയങ്കര ഓർഡിനറി, ഭയങ്കര പ്രഡിക്റ്റബിൾ. ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ചാൽ ഓക്കെ, അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ഹാഫ് ഇസ് ലൈക്ക് ബെയറബിൾ. ഗാങ്സ്റ്റർ ഡ്രാമയാണ്, പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കണ്ടിരിക്കുന്ന ഗാങ്സ്റ്റർ ഡ്രാമസിൻ്റെ അകത്തുള്ള സെയിം സ്റ്റോറി, ഒരു പുതുമയില്ല. സെക്കൻഡ് ഹാഫ് എന്ന് വെച്ചാൽ എൻ്റെ ദൈവമേ, പുള്ളി കുങ്ഫുവും മാർഷൽ ആർട്സും ഒക്കെ പഠിച്ചിട്ട് പുള്ളി വന്ന് റിവെഞ്ച് എടുക്കുന്നു. പുള്ളിയെ കൊന്ന ഓരോരോ ആൾക്കാരെ പുള്ളി വന്ന് തിരിച്ചു കൊല്ലുന്നു കുങ്ഫു ഒക്കെ ചെയ്ത്. There was just no story in the second half, guys. The only story in the second half was revenge. Revenge നല്ലപോലെ എടുക്കുക. എത്ര നല്ല റിവെഞ്ച് മൂവീസ് ഉണ്ട്, പക്ഷേ ഇതെന്ന് വെച്ചാൽ ഒരു ബട്ട് ടു ബി ഓണസ്റ്റ്, ഐ വാസ് എക്സ്പെക്ടിങ് ദിസ്. ഞാൻ പറഞ്ഞില്ലേ 2 വർഷം മുമ്പ് ഈ പടത്തിൻ്റെ ടൈറ്റിൽ തഗ് ലൈഫ് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് ഒരു ഊളപ്പടമായി മാറുന്നു. പിന്നെ ടീസറൊക്കെ വന്നു, അതിൻ്റെ അകത്ത് കമൽഹാസൻ ഈ ഈജിപ്ഷ്യൻ മമ്മിയൊക്കെ ഇടുന്ന വൈറ്റ് ടേപ്പ് ഒക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ ഫൈറ്റ് ചെയ്യുന്ന മാർഷൽ ആർട്സ് ഒക്കെ ചെയ്ത് അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതൊരു ഊളപ്പടം. പിന്നെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഐ ഓൾറെഡി ന്യൂ ദാറ്റ് ദിസ് ഫിലിം വാസ് ഗോണ ബി ബാഡ്. But this is just very bad. It surpassed my expectations, guys. Also, that was my review of Thug Life, guys. Oolapadavana, guys. Oolapadavana. Don't waste your time on this film, guys. No need to go to the theater and watch it. Just do something else. I'll be back with another video, another review. So then take care. Goodbye.